ഹായ് വെൽക്കം. ഞാൻ സഫ്വാൻ S2-ലാണ് പഠിക്കുന്നത്. ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കുറിച്ച് ഒരു ചെറിയ എക്സ്പെരിമെൻ്റാണ് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, അതായത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു ചാർജിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായി നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഇവിടെ ഇരിക്കുന്നത് ഒരു ടെഫ്ലോൺ ടാപ്പാണ്. അതായത് ഈ ഒരു ടെഫ്ലോൺ ടാപ്പിനെ റബ് ചെയ്യുന്നതിലൂടെ, അതായത് ഫ്രിക്ഷനിലൂടെ ഇതിന് ചാർജ് ലഭിക്കുന്നു. അതായത് ഇത് ചാർജ് ആകുമ്പോൾ ടെഫ്ലോൺ ടാപ്പിന് നെഗറ്റീവ് ചാർജും അതുപോലെ എൻ്റെ കയ്യിന് പോസിറ്റീവ് ചാർജുമാണ് കിട്ടുന്നത്. അതായത് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ടാപ്പ് എൻ്റെ കയ്യിനടുത്തേക്ക് വരുന്നുണ്ട്, ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നു, കാണാനുണ്ടല്ലോ. അപ്പോൾ അതാണ്, അതായത് ഇവിടെ ഒരു ഓബ്ജക്റ്റിന് പോസിറ്റീവ് ചാർജ് അതുപോലെ നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് ആ ചാർജിൻ്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അതായത് ഞാൻ റബ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ഈ ടാപ്പിലേക്ക് പോകുന്നത് കാരണമാണ് എൻ്റെ കയ്യിൽ പോസിറ്റീവ് ചാർജും അതുപോലെ ആ ചാർജസ് ലഭിക്കുന്നതിലൂടെ ഈ ഒരു ടെഫ്ലോൺ ടാപ്പിന് നെഗറ്റീവ് ചാർജുമാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഇവിടെ 2 ടെഫ്ലോൺ ടാപ്പുണ്ട്. ഈ 2 ടെഫ്ലോൺ ടാപ്പ് റബ് ചെയ്യുന്നതിലൂടെ, അതായത് നമ്മൾ നേരത്തെ കണ്ടു, ഇതിനിടയ്ക്ക് ഒരു ഡൈവർജൻസ് കാണാം നമുക്ക്. ഈ ഒരു 2 ടെഫ്ലോൺ ടാപ്പിനിടയ്ക്ക് റബ് ചെയ്തതിന് ശേഷം, അതായത് ഇത് രണ്ടും നെഗറ്റീവ് ചാർജാണ്, നെഗറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യും. പക്ഷെ എൻ്റെ കൈ പോസിറ്റീവ് ചാർജാണ്, അതുകൊണ്ട് എൻ്റെ കൈയിനടുത്തേക്ക് ഇത് അട്രാക്ട് ചെയ്യുന്നു. ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇവിടെ രണ്ടും നെഗറ്റീവ്ലി ചാർജാണ്, ഇതിനിടയ്ക്ക് റിപ്പൾഷൻ കാണുന്നു, കൈയിനടുത്തേക്ക് അട്രാക്ഷൻ കാണുന്നു. ഇതാണ് നമുക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജ്. അതുപോലെ തന്നെ ഒരു സിമ്പിളായ എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള റൂളർ. ഇത് നമ്മുടെ മുടിയിൽ റബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നെഗറ്റീവ് ചാർജും അതുപോലെ നമുക്കിത് അട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പീസ് ഓഫ് പേപ്പറാണ്, ഇതിന് പോസിറ്റീവ് ചാർജുമാണ് ലഭിക്കുക. അതിലൂടെ ഈ സ്കെയിലിൽ, അതായത് ഈ റൂളറിൽ ഇങ്ങനെ അട്രാക്ഷൻ കാണാൻ കഴിയും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കൂളോംസിലൂടെ ലഭിക്കുന്നത്. അതായത് 2 ഓബ്ജക്റ്റ് ചാർജസ് ഉണ്ട്, Q1 Q2 ചാർജ്. ആ Q1 Q2 ചാർജുകൾ തമ്മിൽ എന്ത് ഫോഴ്സ് ഉണ്ടാകും? ഒന്നുകിൽ അത് അട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാം. ആ ഒരു ഇക്വേഷൻ നമുക്ക് കാണാം. ഇവിടെ കാണുന്ന ഇക്വേഷൻ F പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R². അതായത് ആ ചാർജുള്ള 2 ഓബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സാണ് F എന്ന് പറയുന്നത്. ആ ഓരോ ഓബ്ജക്റ്റിലെയും ചാർജ്, അതായത് ആദ്യത്തെ ഓബ്ജക്റ്റിലെ ചാർജ് Q1 ആയിട്ടും രണ്ടാമത്തെ ചാർജിന് Q2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ അതിന് ഇടയിലുള്ള ഡിസ്റ്റൻസാണ് R. അതായത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് F ഈക്വൽ ടു K എന്നൊരു കോൺസ്റ്റൻറ്റിനെ ആഡ് ചെയ്യുന്നു, K Q1 Q2 by R². ഈ K എന്ന് പറയുന്നത് 1/4πε0 എന്നതാണ് അതിൻ്റെ ഒരു വാല്യൂ. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കൂളോംസ് ലോ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചാർജിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഒരു ഓബ്ജക്റ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ചാർജിൻ്റെ എണ്ണവും അതുപോലെ ആ ഓബ്ജക്റ്റിന് കിട്ടുന്ന ചാർജിൻ്റെ എണ്ണവും രണ്ടും തുല്യമായിരിക്കും. അതായത് ചാർജ്ഡ് ഗെയിൻ ഈസ് ഈക്വൽ ടു ചാർജ് ലോസ്. അതായത് ഒരു പുതിയ ചാർജ് അവിടെ ഉണ്ടാക്കുന്നുമില്ല, അതുപോലെ ഉള്ളത് നഷ്ടപ്പെടുന്നുമില്ല. ഇതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.